ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. സോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് PSC PS ഷാജഹാൻ, PS വയ്യ, എന്തോ പോത്ത് അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ. അവർക്ക് ഗ്യാങ് ലീഡർ പോത്ത് ഷാജഹാൻ. സോ ഇന്ന് നമ്മൾ അവരുടെ കുറച്ച് കോൺട്രവേഴ്സി, അതായത് പുള്ളി തന്നെ പുള്ളിയുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട ആളിയാ. സോ അവരുടെ ഒരു സ്ക്രിപ്റ്റ് പൊളിഞ്ഞ് ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് പോത്തു ഷാജഹാനിക്കായാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് റിയാക്ഷനിലേക്ക് പോകാം. ഷാജഹാനിക്ക റിയാക്ഷനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൊട്ടനെ കുറിച്ചാണ്. സോറി, ഈ മൊട്ടയല്ല, ഇപ്പൊ കളിക്കുന്ന മൊട്ട. യെസ്, ആൻവിൻ. ഇപ്പൊ കളിക്കുന്ന മൊട്ട. ഏത് മൊട്ട? ഞാനും അവനുമായിട്ടൊരു ബന്ധമുണ്ട്. ആൻവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. UK ആൻവിൻ. ഏത് 36 ഉടമസ്ഥനായ UK ആൻവിൻ. ജനകോടികളുടെ മോട്ടിവേഷനായ ആൻവിൻ. കേരളക്കരെ ഒന്നാകെ ഇളക്കി മറിച്ച ആൻവിൻ. 30-ാമത്തെ വയസ്സിൽ റിട്ടയർ ജീവിതം അനുഭവിച്ച് വാണമടിച്ചിരുന്ന ആൻവിൻ. സോ നമുക്ക് കഥയിലേക്ക് പോകാം. ചെറിയ ബന്ധമുണ്ട്. അതെ, ഞങ്ങളെ രണ്ടാളെ സ്ക്രിപ്റ്റും പൊളിഞ്ഞതാണ്. പാളിയിട്ടില്ല. ചെയ്തല്ല സക്സസ്. പാളത്തില്ല. പാളാതിരിക്കാനുള്ള ഹോംവർക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ ഇറങ്ങുള്ളൂ. അത് ടച്ച് വുഡ് പാളാതിരിക്കട്ടെ. ഇതൊന്നും പാളത്തില്ലടാ. എന്റെ അടുത്ത് ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. UK വന്ന് എഴുതിക്കൊണ്ട് വന്ന സ്ക്രിപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഊമ്പിയില്ലേ? പക്ഷെ സ്ക്രിപ്റ്റൊക്കെ ഇടപെടലെ ഊമ്പി. അത് ഞാനിത് കണ്ടിട്ട് പറഞ്ഞുതരാം എവിടെ തൊട്ടാ ഊമ്പി തുടങ്ങിയത്. പക്ഷേ ഇതുവരെയൊന്നും പാളിയിട്ടില്ല. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സൽസശാപം തുടങ്ങി വെച്ചത് ഈ പോത്ത് ഷാജഹാനാണ്. ഇവന്റെ വീഡിയോസ് കണ്ടിട്ട് രണ്ട് നായ്ക്കുട്ടികളെ ആള് വന്നിട്ട് ഞാൻ പോത്ത് ഷാജഹാൻ ക്രെഡിറ്റ് ആയി ആളുടെ തന്നെ കേട്ടാ. ക്രെഡിബിലിറ്റി ദ പീക്ക് ഷാജഹാനിക്ക. എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാമ്പാണിക്കാട് ഊട്ടി പോയിക്കാണ് ചങ്കാളെ. അതിന്റെ തലേ ദിവസമാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ പൊളിയണത്. സോഷ്യൽ മീഡിയ എന്താണെന്നോ അതേപോലെ റിയൽ ലൈഫ് എന്താണെന്നോ മനസ്സിലാവാതെ ഒരുപാട് പൊട്ടന്മാര് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ചങ്കാളെ. ഇനിയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ ഇവിടെ പൊളിയട്ട ചങ്കാളെ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഞാനങ്ങടെ നേരെയാണ്. ഷാജഹാനിക്കയുടെ സ്ക്രിപ്റ്റ് ഷാജഹാനിക്ക സ്വയം ട്രോളിക്കൊണ്ട് വരികയാണ് സുഹൃത്തുക്കളെ. ഇനി ആരും ട്രോളാൻ ഷാജഹാനിക്കായ വേണ്ട. എന്നെ ട്രോളാൻ ഒരു തായിന്റെ മക്കളെ ഞാൻ അനുവദിക്കില്ല എന്ന്. അപ്പം സ്ക്രിപ്റ്റ് ഷാജഹാനിക്കയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അയാൾ കാണിച്ച പരിപാടിയില്ലേ എടാ, അയാൾ വർഗീയ ലഹള ഉണ്ടാക്കാൻ നോക്കിയടാ ഇവിടെ. അത് അറിഞ്ഞ ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വർഗീയ ലഹള തന്നെ ഉണ്ടാക്കാൻ നോക്കിയ അയാള്. പക്ഷെ അയാൾക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായതാ. അയാൾക്കൊക്കെ 1 മില്യൺ ഫോളോവേഴ്സറാ. അത് ഒന്നാമത്തെ കേസ്. അതെന്തെങ്കിലും ആവട്ടെ, അയാളെ 1 മില്യൺ ഒക്കെ വിളി. അതൊക്കെ ഇപ്പൊ താന്ന് ഇപ്പൊ കയ്യിലെണ്ണാവുന്നതായിട്ടുണ്ട്. അപ്പൊ അയാളുടെ സ്ക്രിപ്റ്റ് അയാളുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മറ്റേ വേറൊരു വെട്ടാളിൽ ചെക്കൻ ഉണ്ടായിരുന്നു. ആ ചെക്കനെ കൂട്ട് പിടിച്ചിട്ട് ഇയാൾ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടോ ആളിയാ. വണ്ടി ചില്ലടിച്ചു പൊട്ടിക്കുന്നു, ഇയാൾ ഇടപെടുന്നു. ശരിക്കും പറയാൻ അതൊരു വർഗീയ കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള സംഭവം. ശരിക്കും പറയാൻ അത് ഒരു പോലീസ് കേസ് ആവേണ്ട സാധനം. മനസ്സിലായ? നല്ല രീതിയിൽ അത് പോയതാണ്. ശരിക്കും പറഞ്ഞാല് അതൊരു നല്ല കേസിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലിലും ആ കാണിച്ച തന്തയില്ലാത്ത സ്ക്രിപ്റ്റിന് ഉണ്ടായിരുന്നു. ഷാജഹാനിക്ക. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഷാജഹാനിക്ക എന്തായാലും അതോടുകൂടി ഒതുങ്ങി. നന്ദി, പോയല്ലോ, സമാധാനമുണ്ട്. അപ്പോ ഷാജഹാനിക്ക ഇപ്പൊ പറഞ്ഞ ആൻവിനെ പറ്റി നമ്മൾ പറയാനാണെങ്കിൽ സുഹൃത്തുക്കളെ, ആൻവിൻ UK ഒരു കോടീശ്വരനാണ്. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെയോ ആണ്. റിസർവ് ബാങ്ക് വരെ 2 സ്വന്തമായുണ്ട്. 2 അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യക്തികളാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഷാജഹാനിക്ക തന്നെ
പറയുന്നുണ്ട് ഞങ്ങളെ ട്രോളാൻ ആരും വേണ്ട, ഞങ്ങളെ ട്രോളാൻ ഞങ്ങൾ തന്നെ മതി എന്ന്. പിന്നെ ഇങ്ങനത്തുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊളിയും. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണോ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതിനെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തി നമ്മൾ കാണിക്കണം എന്നുള്ളതാണല്ലോ ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതില്ലേ, അതേപോലെ എഴുതി വെച്ചേക്കുവാ തന്തേനാടിക്ക് സ്ക്രിപ്റ്റ്. തന്തേനാടിക്ക് ഒരു സ്ക്രിപ്റ്റിന്റെ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഷാജാൻക്കായി പിടിച്ചിട്ട് ഒരെണ്ണം ഞാൻ ആദ്യം അയാൾക്ക് കൊടുക്കും, ആന്റണി ഞാൻ കൊടുക്കൂല. അവൻ അവൻ ആരും ദ്രോഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടാ. അവൻ ശരിക്കും പറയാൻ ആരും ദ്രോഹിച്ചൊന്നുമില്ല. വാടകയ്ക്ക് എടുത്ത 3-4 കാറോ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ കിടന്നൊരു 3-4 കാറോ നിങ്ങളെ കാണിച്ചിട്ട് ഇതെന്റെ കാറാ, ഇതെന്റെ വീടാ, എന്റെ പട്ടിയാ 2 പട്ടി എന്നല്ലാണ്ട് ആരുടെ തോന്നും, അല്ലെങ്കിൽ ആരെയും തമ്മിൽ തല്ലിക്കാൻ നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ആള്. ആള് വരുന്നു പോകുന്നു, ഏത് മുഡ്, ആ മുഡ്, നല്ല മുഡാ, അപ്പം വന്ന് പോകുന്നല്ലാണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഷാജഹാനിക്ക കാണിച്ചത്, ഷാജഹാനിക്കാക്ക് വണ്ടി കച്ചവടമൊക്കെയാ. അപ്പൊ പുള്ളിക്ക് ആ ഒരു തരത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോയാൽ മതിയായിരുന്നു ആളിന്. ആള് ആള് വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ കേരളം ഒന്നാകെ പൊട്ടന്മാരാണെന്നൊരു തോന്നലായി പുള്ളിക്ക്. ഇപ്പൊ പുള്ളി തന്നെ പറയുന്നു എല്ലാം പൊട്ടന്മാരാണെന്ന്. എന്നാൽ തെറ്റാണ് ഷാജഹാനിക്കാത്, തെറ്റാണത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നിയത്. നിങ്ങള് നിങ്ങളുടെ മോന്റെ പ്രായമുള്ള ചെറുക്കനെയും വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയപ്പോ നിങ്ങൾ ആലോചിക്കണമായിരുന്നു, ബുദ്ധിയുള്ളവരാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ തലക്കകത്ത് വല്ലതും ഉള്ള ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഈ സാമാനത്തിനകത്തൂടെ ചെന്ന് അവരുടെ കൺവെട്ടത്താണ് ഇത് കാണുന്നതെന്ന്. സോ എന്തായാലും ഷാജഹാനൊക്കെ മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് നാൾ കൊണ്ടേ മൂഞ്ചി. പക്ഷെ ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോ ഇതിനെ കുറിച്ച് ഒന്നും പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ട് വന്നത്. ആനുവിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ആനുവിൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവൻ എന്താടാ, അവൻ ആരും ദ്രോഹിച്ചില്ലല്ലോ. അവൻ കുറച്ച് വിടൽസ് വിട്ടു, ആ വിടല് പൊളിഞ്ഞു, പിന്നെ ഓന്റെ അനക്കമൊന്നും കാണുന്നില്ല. സോ അങ്ങനൊക്കെ. സോ ഗൈസ് എന്തായാലും ഇനിയും അപ്പോ സ്ക്രിപ്റ്റുമായിട്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. പിന്നെ റാംബോ കേസ് അതും സ്ക്രിപ്റ്റാന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. സ്ക്രിപ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനൊക്കെ ഉള്ള തരത്തിലേക്കോ അല്ലെങ്കിൽ ലെവലിലേക്കോ ഒക്കെ പോയോ ഈ ബുദ്ധിയില്ലാത്ത കഴുതകൾ? അതെനിക്കറിയില്ല. സ്ക്രിപ്റ്റിന് വേണ്ടൊക്കെ തന്തയ്ക്കും തള്ളേനൊക്കെ വിളിക്കോടാ? എനിക്കറിയില്ല, എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. വിളിക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഗൈസ് ഇതാണ് ഇന്നത്തെ കഥ. അപ്പോ ഞാനൊരു സ്ക്രിപ്റ്റുമായിട്ട് നാളെ വരാം. പോയി പറ, എല്ലാം പോയി.